പുൽവാമയിലെ 40 ധീര ജവാന്മാരെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊന്നൊടുക്കിയ ശേഷം നിലവിൽ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം. 2019 ഫെബ്രുവരി 14 ഭീകരരുടെ ചാവേർ ആക്രമണത്തിലാണ് 40 CRPF ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ആക്രമണത്തെ തുടർന്ന് 2019 ഫെബ്രുവരി 26 പുലർച്ചെ അന്താരാഷ്ട്ര അതിർത്തിക്കപ്പുറത്തുള്ള പാകിസ്ഥാനിലെ സൈനിക ക്യാമ്പുകളെ ലക്ഷ്യമാക്കി തീവ്രവാദ പരിശീലന കേന്ദ്രത്തിൽ ഇന്ത്യൻ വ്യോമസേന ഒരു മിന്നൽ ആക്രമണം നടത്തി ഭീകരരെ വധിച്ചിരുന്നു. പുൽവാമ ആക്രമണത്തിന് പ്രത്യാഘാതമെന്നോണം ഓപ്പറേഷൻ ബന്ദർ എന്ന് പേരിട്ടിരിക്കുന്ന ഓപ്പറേഷനിലൂടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പിന് നേരെ ഇന്ത്യൻ സൈന്യം അന്ന് വ്യോമാക്രമണം നടത്തിയത്. നിലവിൽ പുൽവാമയിൽ എന്താണ് സംഭവിച്ചത്? അതായത് അതിർത്തികളിൽ പുൽവാമ അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം കർശന നിരീക്ഷണത്തിലാണ്. കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാ സേന സംയുക്തമായി നടത്തിയ അതിശക്തമായ ഓപ്പറേഷനിൽ ഒരു ഭീകരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് സുരക്ഷാ സേന. പുൽവാമ പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPF 183 ബറ്റാലിയനും സംയുക്തമായാണ് ഒരു ഭീകരവേട്ട നടത്തിയത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു സൈന്യത്തിന്റെ ഒരു നിർണായകമായ ഒരു നീക്കമുണ്ടായത്. രാജ്പോറയിലെ കാസ്വയർ പ്രദേശം പൂർണ്ണമായും വളഞ്ഞ ഇന്ത്യൻ സൈന്യം കാച്ചിപ്പോറ സ്വദേശിയായ മുഹമ്മദ് ഉമർ മാലിക്കിനെയാണ് പിടികൂടിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ലക്ഷ്യമിട്ട വലിയൊരു ആയുധശേഖരവും ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പിസ്റ്റൾ, നിരവധി വെടിയുണ്ടകൾ, അതിമാരകമായ 2 ഗ്രനേഡുകൾ എന്നിവയാണ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളിൽ ഉൾപ്പെടുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ അതിർത്തിക്കപ്പുറത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്ന ഭീകരർക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം മിന്നൽ പരിശോധനകൾ. പിടിക്കപ്പെട്ട ഭീകരനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വലിയൊരു ഭീകര ശൃംഖലയെ തന്നെ തകർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുരക്ഷാ സേന. രാജ്പോറ പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ കർശനമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സൈന്യം ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓപ്പറേഷൻ. രാജ്യസ്നേഹികളുടെ കരുത്തിൽ കാശ്മീരിനെ ഭീകരമുക്തമാക്കാനുള്ള ദൗത്യം വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ വലിയൊരു അനിഷ്ട സംഭവമാണ് സേനയുടെ ജാഗ്രതയിലൂടെ ഒഴിവാക്കപ്പെട്ടത്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ സുരക്ഷാ കവചം ഭേദിക്കാൻ ഒരു ഭീകരശക്തിയെയും അനുവദിക്കില്ല എന്ന് സേനാ വൃത്തങ്ങൾ വ്യക്തമായി പറയുകയാണ്. ഭീകരവാദികളോട് ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് പറയുന്നത്. ഭാരതത്തിന് നേരെ ഓരോ ദിവസവും ഭീഷണി വരുന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിൽ ഈ തീവ്രവാദികളെ മുഴുവനായി തുടച്ചു നീക്കുമെന്നാണ് BJP സർക്കാരും പറയുന്നത്. അത് തന്നെയാണ് സൈന്യവും എടുത്തിട്ടുള്ള പ്രതിജ്ഞ. അതവർ ഓരോ ദിവസവും നടപ്പിലാക്കി വരികയാണ്.